ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പിൽക്കാലത്ത് യേശുവിൻ്റെ പട്ടണമെന്ന് അറിയപ്പെട്ട കഫർനാമിലേക്ക് യേശു തൻ്റെ ശുശ്രൂഷ പറിച്ചു നടുകയാണ്. കഫർനാമാകട്ടെ നാം സുവിശേഷത്തിൽ ഉടനീളം കാണുന്ന ഗലീലി എന്ന കടൽ തീരത്തിന് സമീപമായിരുന്നു. നാം സുവിശേഷത്തിൽ ഉടനീളം കാണുന്നുണ്ട് യേശു തൻ്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും നിർവഹിച്ചത് ഈ ഗലീലി പ്രദേശത്താണെന്ന് നാം കാണുന്നുണ്ട്. നാം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ കാനാൻ ദേശത്തേക്ക്, വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ദൈവം അവരോട് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരുടെ ആചാരങ്ങളും ബിംബങ്ങളും എല്ലാം ഉപേക്ഷിക്കണമെന്ന്, തച്ചു തകർക്കണമെന്ന്. എന്നാൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 5 ഗോത്രങ്ങൾ സെറ്റിലായത് ഈ ഗലീലി പ്രദേശത്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ സെബലോണും നഫ്താലിയുമെല്ലാം. ഈ സെബലോൺ നഫ്താലി ഗോത്രങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. അവർ ഈ വിജാതിരുടെ ഇടയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവരുമായി ഇടപഴകി ജീവിക്കുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആചാരങ്ങളെ സ്വാഗതം ചെയ്യുന്നു, അവരുമായി ഇടപഴകി ജീവിക്കുന്നു, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെറൂസലേമിൽ വസിച്ചിരുന്ന ഒരു ഉന്നതരായിട്ടുള്ള യഹൂദരുണ്ട്. സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് ജെറൂസലേമും ഗലീലയും. ഗലീലയിൽ താമസിച്ചിരുന്നവരെ മലിനമാക്കപ്പെട്ട ജനത എന്നാണ് ഈ ജെറൂസലേമിൽ താമസിച്ചിരുന്ന യഹൂദർ കണക്കാക്കിയിരുന്നത്. ജെറൂസലേമിലാകട്ടെ സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ മതപുരോഹിതന്മാർ, ഫരീസയർ, നിയമജ്ഞർ എല്ലാം വസിച്ചിരുന്നത് ജെറൂസലേമിലായിരുന്നു. ഇങ്ങനെ മത്തായി സുവിശേഷകൻ തന്നെ ആ ഗലീലയിൽ താമസിച്ചിരുന്ന യഹൂദരെ വിളിക്കുന്നത് വിജാതിയരുടെ ഗലീലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സുവിശേഷത്തിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ അന്ധകാരത്തിലേക്കാണ് ദൈവം യേശുവാകുന്ന പ്രകാശം ഉദയം ചെയ്യുന്നത്. ആ യേശയ്യ പ്രവാചകന്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ആ യേശുവിൻ്റെ പ്രവേശനം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാലിന്യമേക്കാതെ ജീവിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാലിന്യങ്ങൾ നാം സ്വീകരിച്ചിട്ടുണ്ടോ? അവരുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ അരൂപിയിൽ നാം ജീവിക്കുന്നുണ്ടോ? ക്രൈസ്തവമല്ലാത്ത രീതിയിൽ നാം ജീവിക്കുന്നുണ്ടോ? യേശുവാകുന്ന വചനമാകുന്ന വെളിച്ചം നമ്മിലേക്ക് പ്രവേശിക്കാനായിട്ട് നാം അനുവദിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും സുവിശേഷമാകുന്ന വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയവാതിൽ തുറന്ന് ആ പ്രകാശത്തെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നാം അനുവദിക്കുന്നുണ്ടോ? യേശുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നമുക്കൊരു മനസ്സ് മാറ്റിക്കൊണ്ട് ഒരു യൂ ടേൺ എടുക്കാം, മാനസാന്തരപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.